കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ അതിദരിദ്ര നിർമ്മാർജ്ജനം പ്രഖ്യാപനം സൂചിപ്പിച്ചായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കം. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിക്കും കേന്ദ്ര സാമ്പത്തിക നയങ്ങൾക്കെതിരായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വിമർശനമുന്നയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളം വലിയ സാമൂഹ്യ മുന്നേറ്റമുണ്ടാക്കി. സംസ്ഥാനം വികസന പാതയിൽ കുതിക്കുന്നു. ശിശുമരണ നിരക്ക് വികസിത രാജ്യത്തെക്കാൾ കുറവാണ് എന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കി എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത നൽകി. ഏക കിടപ്പാട സംരക്ഷണ നിയമം നടപ്പിലാക്കിയെന്നും ഗവർണർ പറഞ്ഞു. കേന്ദ്രവിഹിതം 100-ൽ നിന്നും 60 കുറച്ചെന്നും തൊഴിലുറപ്പ് ഭേദഗതി സംസ്ഥാനത്തിന് തിരിച്ചടിയാണ് എന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുയർന്നു. തൊഴിലുറപ്പ് പദ്ധതി പഴയപടി നടപ്പാക്കണമെന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാനത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പൊതുവിപണിയിൽ നിന്നുള്ള വായ്പയിൽ 17,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തി. കേന്ദ്ര നടപടികൾ മൂലമുള്ള സാമ്പത്തിക ഞെരുക്കം സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിച്ചു. ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളെ സാരമായി ഇത് ബാധിച്ചിട്ടുണ്ട്. ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഫെഡറലിസത്തിന് എതിരാണ് എന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് നിയമപരവും ഭരണഘടനാപരവുമായ എല്ലാ വഴികളും തേടും. സംസ്ഥാനം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. കേരളം സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ നാടാണ്. ഭൂമിയും വീടുമില്ലാത്തവർക്കുള്ള ഭവന പദ്ധതിയും പൂർത്തീകരണത്തോട് അടുക്കുന്നു. കേരളം സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. കഴിഞ്ഞ 10 വർഷമായി ക്രമസമാധാന പാലനം മെച്ചപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ല. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചുവെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കും. നെല്ലിന് ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്നത് കേരളമാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമം സംസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. തീരമേഖലയിലെ പാർപ്പിടവും വിദ്യാഭ്യാസവും മുൻഗണന അർഹിക്കുന്നുണ്ട്. അതിന് മുൻഗണന നൽകുന്നുണ്ട്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചു. ആരോഗ്യരംഗത്ത് സർക്കാർ മികച്ച മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു.